നമസ്കാരം. ഗവർണറുടെയും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധിയുടെയും കാർമ്മികത്വത്തിൽ നടന്ന പിണറായി വിജയൻ നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയും ചർച്ചയും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചുവടുവയ്പ്പാണോ എന്ന ചർച്ച സജീവമാകുന്നുണ്ട് അന്തരീക്ഷത്തിൽ. മൂന്നാം തവണയും ഭരണം ലഭിക്കുമെന്ന പ്രഖ്യാപനത്തോടെ CPM പ്രചാരണം ശക്തമാക്കിയിരിക്കുന്ന ഘട്ടത്തിൽ ഗവർണർ മുൻകൈയെടുത്ത് കേരളത്തിന്റെ ധനപരമായ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒത്തുതീർപ്പ് ആണോ എന്ന ധാരണ പരക്കാൻ കാരണം. നിർമ്മല സീതാരാമനും പിണറായിക്കുമിടയിലെ ചർച്ചകളിൽ ഗവർണർ മാധ്യസ്ഥം വഹിക്കുന്നതിന് പിന്നിൽ മറ്റേതെങ്കിലും കോർപ്പറേറ്റ് താൽപര്യമുണ്ടോ എന്നും സംശയമുണ്ട്. 15ാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച നികുതി വിഹിതത്തിൽ കുറവുണ്ടെന്ന് കേരളം പരാതി ഉന്നയിച്ചപ്പോഴും വായ്പാ പരിധി വെട്ടിക്കുറച്ചപ്പോഴും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ സഹായം അനുവദിക്കുന്നില്ലെന്ന് പരാതി പറയുമ്പോഴുമൊന്നും അനുഭാവപൂർണമായ നിലപാട് എടുക്കാതിരുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ പൊടുന്നനെ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചത് യാദൃശ്ചികമൊന്നുമല്ല. സംസ്ഥാനത്തെ ധനപരമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പോലും ആദ്യമൊക്കെ അറച്ചുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ മധ്യസ്ഥതയിൽ കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ തയ്യാറായതിലും അസ്വാഭാവികതയില്ലേ. ഇത് രണ്ടും ഇഴപിരിച്ച് വിലയിരുത്തുമ്പോഴാണ് രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ കടന്നു വരുന്നതും. കേരളത്തിന്റെ ധനപരമായ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിരുന്നു ചർച്ചയെങ്കിൽ സംസ്ഥാന ധനമന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒപ്പം കൂട്ടിയില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അതുപോലെ തന്നെ കേന്ദ്ര ധനമന്ത്രി എന്തുകൊണ്ട് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിച്ചില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പകരം പങ്കെടുത്തത് രാഷ്ട്രീയ ഉപചാപങ്ങളുടെ നീക്കത്തിൽ വിരുദ്ധനായ KV തോമസും ഗവർണറും മാത്രം. അപ്പോൾ കേവലം കേരളം നേരിടുന്ന ധനപ്രതിസന്ധിയല്ല കൂടിക്കാഴ്ചയുടെ അജണ്ടയെന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ തെറ്റുപറയാനും പറ്റില്ല. ഗവർണറും മുഖ്യമന്ത്രിയും കാണുന്നതിന് ഔദ്യോഗിക സ്വഭാവം ഉണ്ടെന്ന് വാദിച്ചാലും എന്തായിരുന്നു ചർച്ചയുടെ അജണ്ട എന്നുകൂടി വ്യക്തമാക്കിയാലേ സംശയത്തിന്റെ പുകമറ നീങ്ങുകയുള്ളൂ. മറ്റൊരു ഗവർണറും ചെയ്യാത്തതുപോലെ സംസ്ഥാന താല്പര്യം മുൻനിർത്തി കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുന്നിട്ടിറങ്ങിയതും സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ കേന്ദ്രവുമായി 2 ദിവസമായി നടന്ന ഡൽഹി ചർച്ചകൾക്ക് പിന്നിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒത്തുതീർപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞു. RSS നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് അവരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഗവർണർ പ്രത്യേക താല്പര്യമെടുത്ത് ഈ ചർച്ചകൾ നടത്തിയത് എന്നാണ് വിലയിരുത്തൽ. മൂന്നാം വട്ടവും പിണറായി വരട്ടെ എന്നാണ് സംഘപരിവാറിന്റെ താല്പര്യവും. RSS നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ ഈ ദൗത്യം ഏൽപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടെന്നാണ് കരുതുന്നത്. ഒരു തവണ കൂടി കോൺഗ്രസിനെ അധികാരത്തിന് പുറത്തു നിർത്തിയാൽ അനായാസമായി BJPക്ക് ഭരണം പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്രവും സംഘപരിവാർ നേതൃത്വവും. കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് അല്ലാതെ കടന്നുകയറാൻ കഴിയില്ലെന്ന് നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഗെയിം പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളതും. അതിന് ഉതകുന്ന വിധത്തിൽ CPMുമായും പിണറായി വിജയനുമായും ധാരണയിലെത്തുക എന്നത് അവരുടെ ആവശ്യവുമാണ്. മറുവശത്ത് പിണറായിക്കാകട്ടെ ലാവ്ലിൻ, മാസപ്പടി തുടങ്ങിയ കേസുകളിലെല്ലാം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പാതി വഴി എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നിനും എതിർപ്പുണ്ടാകില്ല എന്നതും അവർ കണക്കുകൂട്ടി കഴിഞ്ഞിരുന്നു. CPMനാകട്ടെ അദ്ദേഹം വരയ്ക്കുന്നതിന് 1 ഇഞ്ചും അപ്പുറത്തേക്ക് നീങ്ങാൻ ത്രാണിയില്ലെന്ന് ഇക്കഴിഞ്ഞ കൊല്ലം സമ്മേളനം അടിവരയിട്ട് ഉറപ്പിക്കുകയും ചെയ്തു. അത് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് ചരിത്രപ്രധാന ദൗത്യത്തിന് ഗവർണർ മുന്നിട്ടിറങ്ങിയത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയത് എന്ന സർക്കാർ ഭാഷ്യം തന്നെ അണിയറയിൽ മറ്റെന്തൊക്കെയോ നടന്നതിന്റെ സൂചനകളായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 1 ദശകത്തിനിടയിൽ ഇടതു സർക്കാരും കേന്ദ്രത്തിലെ BJP സർക്കാരും തമ്മിൽ അസാധാരണമായ രഞ്ജിപ്പിലേക്ക് നീങ്ങുന്നതിൽ കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചർച്ചകൾ. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന CPMന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒരു തുടക്കമായിരുന്നു. CPM ഒഴിച്ച് രാജ്യത്തെ ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ എന്ന് മുദ്ര കുത്തിയിട്ടും CPM വേറിട്ട നിലപാട് സ്വീകരിച്ചതിന് പിന്നിൽ പിണറായിയുടെ സ്വാധീനമെന്ന് ഉറപ്പാണ്. മറിച്ചൊരു അഭിപ്രായം പറയാൻ ഇന്ന് ആരും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നതിന് തെളിവ് തേടേണ്ട വേറെ കാര്യമൊന്നുമില്ല. പിണറായിയുടെ വാക്കിന് മറുവാക്ക് പറയാൻ കേന്ദ്ര കമ്മിറ്റിയിലോ പൊളിറ്റ് ബ്യൂറോയിലോ തൽക്കാലം ആരുമില്ല.
എതിരഭിപ്രായം പറയാൻ CPM-ൽ ക്യൂബ മുകുന്ദന്മാർ ആരുമില്ലെന്ന് കൊല്ലം സമ്മേളനവും തെളിയിച്ചു. അടുത്ത മാസം നടക്കുന്ന മധുര പാർട്ടി കോൺഗ്രസിലും ഇത് തന്നെ ആവർത്തിക്കും. RSS പ്രവർത്തകരും ഗോവയിലെ മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആയിരുന്ന ആർലേക്കർ പൂർവ്വകാല രാഷ്ട്രീയം മറന്ന് പെട്ടെന്ന് തന്നെ ഗവർണർ പദവിയുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ബോധവാനായതും ചർച്ചയ്ക്ക് മധ്യസ്ഥനായതും യാദൃശ്ചികമാണെന്ന് ആരും കരുതുന്നില്ല. ഗവർണറായി ആർലേക്കറെ കേരളത്തിലേക്ക് അയച്ച സംഘപരിവാർ നേതൃത്വവുമായി ആശയവിനിമയം നടത്താതെ അദ്ദേഹം ഈ ഉദ്യമത്തിന് ചാടി പുറപ്പെടുമെന്നും ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുമായാണ് ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും മുഖാമുഖം ഇരുന്നത് എന്നത് വ്യക്തം. ആ രാഷ്ട്രീയ അജണ്ട കോൺഗ്രസ് മുക്ത കേരളം എന്നത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മുഖ്യമന്ത്രിയും CPM-ഉം രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. മൂന്നാം തവണയും LDF ഭരണത്തിലെത്തുമെന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിൽ ശക്തമായ പ്രചാരണം അഴിച്ചുവിടുകയാണ് പ്രധാന തന്ത്രം. പ്രചാരണം കൊഴുപ്പിച്ച് LDF വീണ്ടും ജയിപ്പിക്കുമെന്ന വിശ്വാസം പൊതുബോധമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പ്രചാരണത്തിന് പിന്നിൽ കേവലം CPM-ന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരോ PR ഏജൻസികളോ മാത്രമല്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കേരളത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന കോർപ്പറേറ്റ് ഭീമനാണ് ഇടതുമുന്നണി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നതെന്നാണ് സൂചന. കോർപ്പറേറ്റ് സംവിധാനം ഏർപ്പെടുത്തിയ PR ഏജൻസിയാണ് മറ്റു കാര്യങ്ങളുടെ നിർവഹണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന സൂചനയുമുണ്ട്. കോൺഗ്രസിനെ കേരളത്തിൽ അധികാരത്തിൽ എത്തുന്നതിൽ നിന്ന് തടയുകയാണ് കോർപ്പറേറ്റ് ഭീമന്റെ താൽപര്യം. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതടക്കമുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ പ്രത്യക്ഷ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ശിരസ വഹിക്കാൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്ന UDF സർക്കാരിനും ബാധ്യതയുണ്ടാകും. അത് മുൻകൂട്ടി കണ്ടാണ് ഇടതുമുന്നണി മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്ന പ്രചാരണം അഴിച്ചുവിടുന്നത്. BJP-ക്ക് കൂടി ഏതാനും സീറ്റുകൾ ലഭിക്കുന്ന ഒരു പാക്കേജാണ് കോർപ്പറേറ്റ് മധ്യസ്ഥതയിൽ തയ്യാറാകുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ ഉപശാലകളിലെ സംസാരമാണ്. ഇതിന്റെ ആദ്യപടിയായാണ് ഗവർണറുടെ മധ്യസ്ഥതയിൽ നടന്ന പിണറായി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയെന്നും പറയപ്പെടുന്നു. നന്ദി.